ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഡേറ്റ് വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചിരിക്കേണ്ട ന്യൂ SCERT പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ എന്നുള്ളത് കേട്ടോ. അപ്പൊ ഒത്തിരി പേര് കമന്റ് ആയിട്ടും ഒക്കെ ചോദിച്ചൊരു കാര്യമാണിത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ന്യൂ SCERT പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം പേർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നമ്മൾ നോക്കുന്നത് ആദ്യം സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്നുള്ള SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ക്ലാസ് വൈസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ സോഷ്യൽ സയൻസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കേട്ടോ. ആദ്യം 5ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരേ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. 5th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ അധ്യായം 8 നാടറിയാം എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ അല്ലേ? ഇനി 6ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കേണ്ടത് അധ്യായം 9 കേട്ടോ. ഭരണഘടനയ്ക്ക് ഒരു മുഖവുര എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. 5ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ നാടറിയാം, 6ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഭരണഘടനയ്ക്ക് ഒരു മുഖവുര എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് 7ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. സോഷ്യൽ സയൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ അധ്യായം 3 ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കണം. അധ്യായം 4 അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. അധ്യായം 6 ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ. അധ്യായം 12 ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന് പറയുന്ന ചാപ്റ്റർ. 4 ചാപ്റ്റർ ആണ് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലെ എത്ര ചാപ്റ്റർ ഉണ്ട്? 4 ചാപ്റ്റർ ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഒന്നാമത്തെ ചാപ്റ്റർ അധ്യായം 1 അധിനിവേശവും ചെറുത്തുനിൽപ്പും. അധ്യായം 2 ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. അധ്യായം 5 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. അധ്യായം 8 ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ അല്ലേ? ഇനി 8th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാല് 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ്. 9th സ്റ്റാൻഡേർഡ് ആവുമ്പോഴത്തേക്കും നമുക്ക് സോഷ്യല് ഹിസ്റ്ററി, ജോഗ്രഫി എന്നിങ്ങനെ 2 ടെക്സ്റ്റ് ബുക്ക് ആണുള്ളത് കേട്ടോ. അപ്പൊ അതിൽ ഹിസ്റ്ററിയിൽ വരുന്നത് അധ്യായം 4. ഓക്കെ, 9th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കില് അധ്യായം 4 ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന ചാപ്റ്ററും. അധ്യായം 7 ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കണം. അധ്യായം 8 ലിംഗ വിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററും പഠിക്കണം. ഓക്കെ അല്ലേ? ഇനി 9th സ്റ്റാൻഡേർഡ് ജോഗ്രഫി ടെക്സ്റ്റ് എടുക്കുവാണെങ്കിൽ അവിടെ നമുക്ക് പഠിക്കാനായിട്ട് 5 ചാപ്റ്റർ ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? അധ്യായം 1 ലോകത്തിന്റെ നെറുകയിൽ. അധ്യായം 2 വിശാല സമതല ഭൂവിൽ. അധ്യായം 3 ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി. അധ്യായം 7 മണലാരണ്യത്തിലൂടെ. അധ്യായം 8 തീരങ്ങളിലൂടെ. ഇങ്ങനെ 5 ചാപ്റ്റർ ആണ് 9th സ്റ്റാൻഡേർഡ് ജോഗ്രഫിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ന്യൂ SCERT പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂ SCERT PYQ ക്രാക്ക് എന്ന് പറയുന്ന ഒരു സീരീസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ലോകത്തിന്റെ നെറുകയിൽ, ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, അതേപോലെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് ചാപ്റ്റേഴ്സ്, ഇതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ PYQ ക്രാക്ക് സീരീസ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഓരോ ദിവസവും ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ന്യൂ SCERT പാഠഭാഗത്ത് നിന്നും PSC ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടത്തിയ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ഡിസ്കസ് ചെയ്യും. ആ ഒരു ദിവസം തന്നെ നിങ്ങൾ ആ ന്യൂ SCERT ചാപ്റ്റേഴ്സ് പഠിച്ചു പോകും. അങ്ങനെ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 7 ചാപ്റ്ററോളം ഒക്കെ 7 ദിവസമായിട്ട് 7 ചാപ്റ്ററോളം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുമ്പോൾ തന്നെ ആ ഒരു ചാപ്റ്റർ
ഏകദേശം പഠിക്കും. അന്ന് തന്നെ നിങ്ങൾ ആ ചാപ്റ്റർ റിവിഷനും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആവും. അപ്പൊ ആ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്തോളൂ. അടിപൊളിയായിട്ട് നമ്മുടെ യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ന്യൂ SCERT PYQ ക്രാക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതിയെ. എന്നും ഉണ്ട് കേട്ടോ. ഓക്കെ, രാത്രി 8 മണിക്കാണ് ലൈവ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ന്യൂ SCERT പഠിക്കുന്നത് എങ്ങനെയാണെന്ന് തല പുകഞ്ഞ് ആലോചിക്കുന്നവർക്ക് ആ ഒരു സീരീസ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴത്തേക്കും എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂ SCERT ചാപ്റ്റേഴ്സും കവർ ചെയ്ത് പോകാൻ പറ്റും. ചുമ്മാ പഠിക്കുകയല്ല, PYQ നമ്മൾ ഏതൊക്കെ ചോദ്യങ്ങൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിന് റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടെയാണ് പഠിച്ചു പോകുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ അത് പഠിക്കുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ആപ്പിനകത്ത് ന്യൂ SCERTയുടെ ബുക്ക് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് വാങ്ങിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ബുക്കാണ്. അപ്പൊ നമ്മുടെ ബുക്ക് എന്ന് പറയുമ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസും ബേസിക് സയൻസും ഫുൾ ആയിട്ടാണ് നമ്മുടെ ബുക്കിലുള്ളത്. ഇനി ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും വായിച്ചു പഠിക്കാനുള്ള സൗകര്യം, കൂടാതെ ഓഡിയോ ആയിട്ട് കേട്ടു പഠിക്കാനുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ നിങ്ങൾ വീട്ടില് അടുക്കള ജോലികൾക്കിടയിലായിക്കോട്ടെ, ഡ്രൈവിങ്ങിനിടയിലായിക്കോട്ടെ, കുഞ്ഞുങ്ങളെ നോക്കുന്ന സമയത്തായിക്കോട്ടെ, ഇനി യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ എന്ത് ജോലി തിരക്കിനിടയിലാണെങ്കിലും നമുക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഓഡിയോ ക്ലാസ് ആയിട്ട് കേട്ടു പഠിക്കാനുള്ള സൗകര്യം ഉണ്ട്. കൂടാതെ നമ്മളിപ്പോ ന്യൂ SCERTയുടെ ഒത്തിരി ചാപ്റ്റേഴ്സ് നമ്മുടെ യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അവിടെ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഈ പറയുന്ന ഓരോ ചാപ്റ്ററിനും നേരിട്ട് ആ ക്ലാസ്സുകളും കൂടെ നമ്മൾ ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എടുക്കുന്നതിനനുസരിച്ച് അവിടെ അപ്ഡേറ്റ് ആവുകയും കൂടെ ചെയ്യും. അപ്പൊ നമ്മുടെ ആപ്പിനകത്ത് ഈ ബുക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ന്യൂ SCERTക്ക് വേണ്ടി വേറെ ഒരു സോഴ്സും തെരഞ്ഞു പോവേണ്ട. നമ്മുടെ ന്യൂ SCERTയുടെ ബുക്ക് മാത്രം മതി. വായിച്ചു പഠിക്കാം, കേട്ടു പഠിക്കാം, വീഡിയോ ക്ലാസ് ആയിട്ട് കണ്ടുപഠിക്കാനുള്ളതുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ന്യൂ SCERTയുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 499 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് പാക്കേജ് ലഭിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഇപ്പൊ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. നിങ്ങൾ 499 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം വാലിഡിറ്റി ആണ് ലഭിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഓഫറാണ്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിന്റെ നമ്പർ ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് ചോദിച്ചാൽ മതിയാകും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ന്യൂ SCERTയുടെ PYQ ക്രാക്ക് സീരീസ് നമ്മൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഓരോ ദിവസവും നമ്മൾ തരുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ബുക്ക് യൂസ് ചെയ്തിട്ട് തന്നെ പഠിക്കാവുന്നതുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ന്യൂ SCERTയുടെ ബുക്ക് പർച്ചേസ് ചെയ്യാത്തവർ, പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഡെമോ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ അവിടെ ഡെമോ അയച്ചു തരും കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടെ നോക്കിയാലോ ന്യൂ SCERTയുടെ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ 9th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയും ജോഗ്രഫിയും പറഞ്ഞു. 10th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. അധ്യായം 6 സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. അധ്യായം 7 സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. അധ്യായം 8 ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം. ഇങ്ങനെ 3 ചാപ്റ്റർ ആണ് 10th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററിയിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ജോഗ്രഫിയിൽ ഇല്ല കേട്ടോ. 10th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫിയിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആയിട്ട് ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, 5 മുതൽ 10 വരെയുള്ളത്. ഇനി 5ാം ക്ലാസ് മുതലുള്ള ബേസിക് സയൻസ് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൽ നിങ്ങൾക്ക് 3 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. അധ്യായം 1 ഒറ്റയല്ലൊരു ജീവിയും. ഓക്കെ, അധ്യായം 2 വ്യാധികൾ പടരാതിരിക്കാൻ. അധ്യായം 5 കയ്യെത്തും ദൂരത്ത് ആകാശം. ഇത് 3ഉമാണ് നമ്മുടെ 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി 6th സ്റ്റാൻഡേർഡില് ബേസിക് സയൻസിൽ വരുന്നത് ആഹാരത്തിലൂടെ ആരോഗ്യം. അധ്യായം 1 ആഹാരത്തിലൂടെ ആരോഗ്യം. അധ്യായം 7 മാറ്റങ്ങളുടെ ലോകം. അധ്യായം 8 ചലനം നിത്യജീവിതത്തിൽ. അധ്യായം 9 മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി. ഇങ്ങനെ 4 ചാപ്റ്റർ ആണ് 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൽ വരുന്നത് കേട്ടോ. അധ്യായം 1, അധ്യായം 7, അധ്യായം 8, അധ്യായം 9 കിട്ടിയല്ലോ. ഇനി അടുത്തത് 7th സ്റ്റാൻഡേർഡ് കേട്ടോ. 7th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിലും 4 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. അധ്യായം 1 വിളയിക്കാം നൂറുമേനി. അധ്യായം 4 പ്രകാശം പ്രതിപദിക്കുമ്പോൾ. അധ്യായം 6 താപം നിത്യജീവിതത്തിൽ. അധ്യായം 9
പരിസ്ഥിതിയെ നോവിക്കാതെ. ഇങ്ങനെ 4 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇനി 8th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൽ നമുക്ക് 9 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് 9 ചാപ്റ്റേഴ്സ് എന്ന് നോക്കാം. അധ്യായം 1 അളവുകളും യൂണിറ്റുകളും, അധ്യായം 2 ചലനവും ബലവും, അധ്യായം 3 മർദ്ദം, അധ്യായം 5 മൂലകങ്ങളും സംയുക്തങ്ങളും, അധ്യായം 6 ലോഹങ്ങളും അലോഹങ്ങളും, അധ്യായം 7 നട്ടുനനയ്ക്കാം നന്മകൾ കൊയ്യാം, അധ്യായം 12 ഗോളീയ ദർപ്പണങ്ങൾ, അധ്യായം 15 പദാർത്ഥങ്ങളുടെ രസതന്ത്രം, അധ്യായം 17 വൈവിധ്യങ്ങളുടെ സൗന്ദര്യം. ഇങ്ങനെ 9 ചാപ്റ്റർ 8ാം ക്ലാസ്സിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി 9ാം ക്ലാസ്സിൽ സയൻസിലോട്ട് വരുമ്പോഴത്തേനും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഓരോന്നുമായിട്ട് നമുക്ക് നോക്കാം. ആദ്യം 9ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് 6 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. അധ്യായം 1 പ്രകാശത്തിന്റെ അപവർത്തനം, അധ്യായം 2 ചലന സമവാക്യങ്ങൾ, അധ്യായം 3 ചലന നിയമങ്ങൾ, അധ്യായം 4 ഗുരുത്വാകർഷണം, അധ്യായം 6 പ്രവൃത്തിയും ഊർജവും, അധ്യായം 8 ശബ്ദം. ഇങ്ങനെ 6 ചാപ്റ്റർ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് 9th സ്റ്റാൻഡേർഡ് ഫിസിക്സ് കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ 3 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. അധ്യായം 1 ആറ്റത്തിന്റെ ഘടന, അധ്യായം 2 പീരിയോഡിക് ടേബിൾ, അധ്യായം 7 അലോഹങ്ങൾ. ഓക്കെ, ഇനി 9th സ്റ്റാൻഡേർഡിലെ ബയോളജിയിൽ 4 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അധ്യായം 2 ദഹനവും പോഷക സംവഹനവും, അധ്യായം 3 ശ്വസനവും വിസർജനവും, അധ്യായം 4 ചലനത്തിനു പിന്നിൽ, അധ്യായം 5 പ്രത്യുൽപാദന ആരോഗ്യം. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ 9th സ്റ്റാൻഡേർഡിലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പറഞ്ഞിട്ടുണ്ട്. ഇനി 10th സ്റ്റാൻഡേർഡിൽ വരുമ്പോഴും ഇതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്. അപ്പൊ അതിൽ ഫിസിക്സിൽ നമുക്ക് പഠിക്കേണ്ടത് ഫിസിക്സിലെ അധ്യായം 1 ശബ്ദ തരംഗങ്ങൾ, അധ്യായം 2 ലെൻസുകൾ, അധ്യായം 3 കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. 1, 2, 3 ചാപ്റ്റർ ഫിസിക്സിൽ 10th സ്റ്റാൻഡേർഡ്. അടുത്തത് 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിൽ 3 ചാപ്റ്റർ ഉണ്ട്. 2 ചാപ്റ്റർ ഉണ്ട്. അധ്യായം 3 പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, പിന്നെ അധ്യായം 6 ആണുള്ളത് ലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. 3ഉം 6ഉം മാത്രമാണ് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് 10th സ്റ്റാൻഡേർഡ് ബയോളജിയിൽ നമുക്ക് 5 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? അധ്യായം 1 ജീവന്റെ ജനിതകം, അധ്യായം 3 സംവേദനങ്ങൾക്ക് പിന്നിൽ, അധ്യായം 4 ജീവികളിലെ രാസ സംവേദനം, അധ്യായം 5 പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും, അധ്യായം 6 ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. ഓക്കെ അല്ലേ? അപ്പൊ 10th സ്റ്റാൻഡേർഡ് ബയോളജി വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് 5 മുതൽ 10 വരെയുള്ള 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ പഠിച്ചിരിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേട്ടോ, നിങ്ങൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്റേഴ്സ് ഒന്നും തന്നെ മിസ് ചെയ്യരുത്, ഇതെല്ലാം തന്നെ പഠിച്ചേക്കണം. അപ്പൊ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മുടെ ന്യൂ SCERT PYQ ക്രാക്ക് സീരീസ് ഫോളോ ചെയ്താലും ഇതിലെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ ഡെയിലി ന്യൂ SCERT PYQ ക്രാക്ക് സീരീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ന്യൂ SCERTയുടെ ഇ ബുക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് ആ ഒരു PYQ ക്രാക്ക് സീരീസിന്റെ കൂടെ നമ്മുടെ ഇ ബുക്കും കൂടെ പഠിക്കുവാണെങ്കിൽ, ഇ ബുക്കിൽ നമ്മൾ നമ്മുടെ ടീച്ചേഴ്സ് ടെക്സ്റ്റിലുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടായിരിക്കും. 10th ലെവൽ പ്രിലിംസിനൊക്കെ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയായിരിക്കും 80% ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഈ ചാപ്റ്റേഴ്സിന്റെ ഇത്രയും ലിസ്റ്റ് ഉണ്ടല്ലോ, ഇതിന്റെ PDF ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. അപ്പൊ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആപ്പുമായി ബന്ധപ്പെട്ടോ നമ്മുടെ ഇ ബുക്കുമായി ബന്ധപ്പെട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഞാൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഏതെങ്കിലും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതുപോലെ ന്യൂ SCERT ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് ഏതിൻ്റെയൊക്കെയാണ് ലിസ്റ്റ് വേണ്ടതെന്നുള്ളത് കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു, ബൈ.